ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ഇലക്ട്രോണിക്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ കുറിച്ചാണ്. മോഡുലേഷൻ എന്താണെന്നും അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ലോ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നലിനെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലുമായി ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മോഡുലേഷൻ. ആ മോഡുലേഷനിൽ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ മെസ്സേജ് സിഗ്നലിനനുസൃതമായി വേരി ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള മോഡുലേഷന് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഓർ AM. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു. ഇത് നമ്മളുടെ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലാണ്. അതിന് താഴെ നൽകിയിരിക്കുന്നത് നമുക്ക് മോഡുലേറ്റ് ചെയ്യേണ്ട ലോ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നലാണ്. ഈ മെസ്സേജ് സിഗ്നൽ കാരിയർ സിഗ്നലിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ള മോഡുലേറ്റഡ് സിഗ്നലാണ് ഇവിടെ മൂന്നാമതായി കാണിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരുന്ന VC ആയിരുന്ന കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ലോ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് ആഡ് ചെയ്തപ്പോൾ മോഡുലേറ്റ് ചെയ്തപ്പോൾ വേരി ചെയ്തിരിക്കുന്നു. അത് ഈ മെസ്സേജ് സിഗ്നലിന് അനുസൃതമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വർദ്ധിക്കുമ്പോൾ കാരിയർ സിഗ്നലിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് വർദ്ധിക്കുന്നു. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ കാരിയർ സിഗ്നലിൻ്റെ ഏറ്റവും ഔട്ടർ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസിനാണ് മെസ്സേജ് സിഗ്നലിന് അനുസൃതമായി വേരിയേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കാരിയർ സിഗ്നലിൻ്റെ എൻവലപ്പിലാണ്, പുറം ഭാഗത്താണ് ഈ മെസ്സേജ് സിഗ്നൽ ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി കാരിയർ സിഗ്നലിന് എന്തുമാത്രം വേരിയേഷൻ ഉണ്ടായി എന്നുള്ളത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവാണെങ്കിൽ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ചും കുറവായിരിക്കും. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടുതലാണെങ്കിൽ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് കൂടുതൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനുണ്ടാകുന്ന ചേഞ്ചിനെ ഡിഗ്രി ഓഫ് മോഡുലേഷൻ അഥവാ സ്ട്രെങ്ത് ഓഫ് മോഡുലേഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് മോഡുലേഷൻ അഥവാ സ്ട്രെങ്ത് ഓഫ് മോഡുലേഷൻ എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഡിഗ്രി ഓഫ് മോഡുലേഷൻ അഥവാ സ്ട്രെങ്ത് ഓഫ് മോഡുലേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന ടേം ഉപയോഗിച്ചാണ്. എന്താണ് മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് നോക്കാം. ദ സ്ട്രെങ്ത് ഓഫ് മോഡുലേഷൻ ഈസ് നോൺ ആസ് മോഡുലേഷൻ ഇൻഡെക്സ് ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ M. അപ്പോൾ ഈ മോഡുലേഷൻ ഇൻഡെക്സ് അഥവാ സ്ട്രെങ്ത് ഓഫ് മോഡുലേഷൻ എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസൃതമായി കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് എന്തുമാത്രം വേരിയേഷൻ ഉണ്ടാകുന്നു എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോഡുലേഷൻ ഇൻഡെക്സ് സ്മോൾ m ഡിറ്റർമൈൻ ചെയ്യുന്നത് മെസ്സേജ് സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡും കാരിയർ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉപയോഗിച്ചാണ്. ദറ്റ് ഈസ് M ഈസ് ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ VC. VM എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡും VC എന്ന് പറയുന്നത് കാരിയർ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡുമാണ്. മോഡുലേഷൻ ഇൻഡെക്സ് ഡെപ്ത് ഓഫ് മോഡുലേഷൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന് പോസിബിൾ ആയിട്ടുള്ള, അതിന് അലൗഡ് ആയിട്ടുള്ള മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂസ് എന്ന് പറയുന്നത് 0 to 1 ആയിരിക്കും. അത് പെർസെൻറ്റേജിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ 0% മുതൽ 100% വരെ. അപ്പോൾ അതായത് മോഡുലേഷൻ ഇൻഡെക്സ് 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈക്വേഷനിൽ നിന്നും VM ഈക്വൽ ടു 0 ആണെന്നാണ്. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. അതായത് കാരിയർ സിഗ്നലിന് മെസ്സേജ് സിഗ്നലിനനുസൃതമായി യാതൊരുവിധ വേരിയേഷനും ഉണ്ടാകുന്നില്ല. 0 മോഡുലേഷനാണ്. അവിടെ മോഡുലേഷൻ നടക്കുന്നില്ല. കാരിയർ സിഗ്നൽ അതുപോലെ തന്നെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. VM മെസ്സേജ് സിഗ്നൽ 0 ആയതുകൊണ്ട്. ഇനി മാക്സിമം മോഡുലേഷൻ ഇൻഡെക്സ് എപ്പോഴാണ് സാധ്യമാവുക? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആകുമ്പോൾ, VM ഈക്വൽ ടു VC ആകുമ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ 1 ആവുകയും, അതായത് കാരിയർ സിഗ്നലിന് അതിൻ്റെ മാക്സിമം വാല്യൂവിൽ നിന്ന് അതിൻ്റെ X ആക്സിസിലേക്ക് 0th ആക്സിസ് വരെ വേരിയേഷൻ, പരമാവധി അതിന് സാധ്യമായ വേരിയേഷൻ സംഭവിക്കുകയും മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ 1 ആണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. അത് പെർസെൻറ്റേജിലാണെങ്കിൽ 100% മോഡുലേഷൻ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇവിടെ 3 വ്യത്യസ്ത മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂസിന് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എങ്ങനെയായിരിക്കുമെന്നാണ് കാണിച്ചിരിക്കുക.
നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ വി എം ഈക്വൽ ടു 0.5 വോൾട്ടും വി സി ഈക്വൽ ടു 1 വോൾട്ടുമായിരിക്കുമ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് വി എം ബൈ വി സി ഈക്വൽ ടു 0.5 ബൈ 1 ഈസ് ഈക്വൽ ടു 0.5 ഓർ 50% ആണെന്ന് കാണാം. അതിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുക. കരിയർ സിഗ്നലിൻ്റെ 0th ആക്സിസ് എക്സ് ആക്സിസിലേക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എത്തിച്ചേരുന്നില്ല. 0.5 അഥവാ 50% മോഡുലേഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തെ എക്സാമ്പിളിൽ വി എം ഈക്വൽ ടു വി സി, അതായത് വി എം ഈക്വൽ ടു 1 വോൾട്ടാണ്, വി സി ഈക്വൽ ടു 1 വോൾട്ടാണ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് വി എം ബൈ വി സി ഈക്വൽ ടു 1 ബൈ 1 ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് കാണാം. 100% മോഡുലേഷനാണ്. ആ സമയത്തുള്ള ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ നോക്കുക. കരിയർ സിഗ്നലിന് മാക്സിമം ഡീവിയേഷൻ, മാക്സിമം ചേഞ്ച് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ വി മാക്സിമം വി സി പ്ലസ് വി എമ്മിലേക്കും അവിടെ നിന്ന് വി സി മൈനസ് വി എമ്മിലേക്കും അതിന് സാധ്യമായ പോസിബിളായിട്ടുള്ള പരമാവധി വേരിയേഷൻ സംഭവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ മാക്സിമം വോൾട്ടേജ് ഓഫ് മെസ്സേജ് സിഗ്നൽ 1.5 ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അതായത് കാരിയർ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനേക്കാൾ കൂടുതലാണ് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് 1.5 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 1.5 ഓർ 150% ആയിരിക്കും. അപ്പോൾ നോക്കുക, ഈ കാരിയർ സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ വേരിയേഷൻ 0 ആക്സിസും കടന്ന് നെഗറ്റീവിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ കാരിയർ സിഗ്നലിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളുകളിലുള്ള വേരിയേഷൻ എക്സ് ആക്സിസിനെ അതിൻ്റെ 0th ആക്സിസിനെ ക്രോസ് ചെയ്ത് പോസിറ്റീവിലേക്കും എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സിഗ്നലിനെ നമ്മൾ റിസീവിംഗ് സൈഡിൽ റിസീവ് ചെയ്ത് മെസ്സേജ് സിഗ്നലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ മെസ്സേജ് സിഗ്നലിനെ റിസീവ് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു ഡിസ്റ്റോർട്ടഡ് സിഗ്നലായിരിക്കും നമുക്ക് അവിടെ റിസീവ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ അലൗഡ് ആയിട്ടുള്ള മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 to 1 ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മോഡുലേഷൻ ഇൻഡെക്സ് എം ഈസ് ഈക്വൽ ടു വി എം ഡിവൈഡ് ബൈ വി സി എന്ന് പറഞ്ഞത് അത് നമുക്ക് കാരിയർ സിഗ്നലിൻ്റെയും മെസ്സേജ് സിഗ്നലിൻ്റെയും ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് അറിയാമെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി നമുക്കൊരു മോഡുലേറ്റഡ് സിഗ്നൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളെന്ന് വിചാരിക്കുക. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ നമുക്ക് ലഭ്യമായി, അതിനെ നമുക്ക് CROയിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു മോഡുലേറ്റഡ് സിഗ്നൽ കാണിച്ചിരിക്കുന്നു. ഈ വെർട്ടിക്കൽ ലൈനിന് ഇടത് സൈഡിൽ മോഡുലേറ്റ് ചെയ്യപ്പെടാത്ത കാരിയർ സിഗ്നലിനെയാണ് കാണിക്കുക. ഈ വെർട്ടിക്കൽ ലൈനിന് റൈറ്റ് സൈഡിലാകുമ്പോഴേക്കും മെസ്സേജ് സിഗ്നൽ ഉപയോഗിച്ച് അതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് വന്നതായിട്ട് നമുക്ക് കാണാം. മോഡുലേഷന് മുമ്പ് കാരിയർ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വി സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരുന്നു. മോഡുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ വി സി വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നു. എന്തിനനുസൃതമായി? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസൃതമായി കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ട്. അതിനെ വി മാക്സ് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ആ കാരിയർ സിഗ്നലിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ അത് വി മിനിമം എന്നും നമ്മൾ. അപ്പോൾ വി മാക്സിമം എന്ന് പറയുന്നത് നമുക്കറിയാം കാരിയർ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡായ വി സിയോട് മെസ്സേജ് സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡായ വി എം ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വി മിനിമം എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് ലഭിക്കുന്നത് കാരിയർ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡായ വി സിയിൽ നിന്നും മെസ്സേജ് സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡായ വി എം മൈനസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമ്മൾക്ക് അങ്ങനെ ഫോം ചെയ്യാൻ സാധിക്കും. വി മാക്സിമം ഈക്വൽ ടു വി സി പ്ലസ് വി എം എന്നും വി മിനിമം ഇസ് ഈക്വൽ ടു വി സി മൈനസ് വി എം എന്നും. ഇനി നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വി മാക്സിമം മൈനസ് വി മിനിമം എന്ന് കിട്ടും. അത് വി സി പ്ലസ് വി എം മൈനസ് വി സി മൈനസ് വി എം എന്നാവും. അപ്പോൾ വി സി രണ്ടും ക്യാൻസലായി പോവുകയും 2 വി എം എന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ നിന്നും വി എമ്മിനൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. വി എം ഈസ് ഈക്വൽ ടു വി മാക്സിമം മൈനസ് വി മിനിമം ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇതുപോലെ നമ്മൾ ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്യുകയാണെങ്കിൽ വി മാക്സിമം പ്ലസ് വി മിനിമം ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വി എം ക്യാൻസലായി പോവുകയും 2 വി സി എന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനെ റീഅറേഞ്ച് ചെയ്ത് വി സി ഈക്വൽ ടു വി മാക്സിമം പ്ലസ് വി എം ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വി മാക്സിമത്തിൻ്റെയും വി മിനിമത്തിൻ്റെയും ടേംസിൽ വി എമ്മിനും വി സിക്കും ഓരോ എക്സ്പ്രഷൻ കിട്ടി.
CROയിൽ നമുക്ക് ഈ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമ്മളുടെ +1 അവസാന ചാപ്റ്ററായ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ CRO ഉപയോഗിച്ച് CROയിൽ ഡിസ്പ്ലേ ചെയ്താണ് നമ്മൾ ഇതിൻ്റെ വി മാക്സിമവും വി മിനിമവും കാൽക്കുലേറ്റ് ചെയ്യുക. വി മാക്സിമവും വി മിനിമവും അറേഞ്ച് ചെയ്ത് VM-നും VC-ക്കും ഓരോ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് VM/VC ആയിരിക്കും. അപ്പോൾ VM-ൻ്റെ എക്സ്പ്രഷൻ വി മാക്സിമം മൈനസ് വി മിനിമം ഡിവൈഡ് ബൈ 2 എന്നും VC-യുടെ എക്സ്പ്രഷൻ വി മാക്സിമം പ്ലസ് വി മിനിമം ഡിവൈഡ് ബൈ 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 രണ്ടും ക്യാൻസലായി പോകുന്നു. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് വി മാക്സിമം മൈനസ് വി മിനിമം ഡിവൈഡ് ബൈ വി മാക്സിമം പ്ലസ് വി മിനിമം എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ചും മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ചും അറിവില്ലാതിരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു മോഡുലേറ്റഡ് സിഗ്നൽ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് CROയുടെ സഹായത്തോടുകൂടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് AM. ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറയുന്നത് ആ സിഗ്നലിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഫ്രീക്വൻസി കമ്പോണൻസും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡോടുകൂടി ഒരു ഗ്രാഫ് ഷീറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ AM സിഗ്നലിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രമാണ് കാണാൻ ശ്രമിക്കുക. അതിന് നമുക്ക് മാത്തമാറ്റിക്കൽ അനാലിസിസ് ആവശ്യമാണ്. അതായത് ഒരു മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നമുക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് അതിലേതൊക്കെ ഫ്രീക്വൻസി അടങ്ങിയിരിക്കുന്നു, ഓരോ ഫ്രീക്വൻസിയുടെയും ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ അതിനായി കാരിയർ സിഗ്നൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ VC ഈക്വൽ ടു ക്യാപിറ്റൽ VC ഇൻറ്റു സൈൻ ഒമേഗ CT. ഒരു സിഗ്നലിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ +1 രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇലക്ട്രിക്കൽ ഫണ്ടമെൻ്റൽസിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സ്മോൾ ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന AC സിഗ്നലുകളെയാണ്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നലുകളെയാണ്. ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂസാണ്, DC വാല്യൂസാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്സ്ക്രിപ്റ്റ് C റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതൊരു കാരിയർ സിഗ്നൽ ആണെന്നുള്ളതാണ്. അപ്പോൾ സ്മോൾ VC എന്ന് പറയുന്നത് കാരിയർ സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവും ക്യാപിറ്റൽ VC എന്ന് പറയുന്നത് കാരിയർ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡും ωc എന്ന് പറയുന്നത് കാരിയർ സിഗ്നലിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിയുമാണ്. ωc ഈക്വൽ ടു 2πfc എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. FC എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസി ആയിരിക്കും. അതുപോലെ തന്നെ മെസ്സേജ് സിഗ്നലിനെ നമുക്ക് സ്മോൾ VM ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ VM ഇൻറ്റു സൈൻ ഒമേഗ MT എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സബ്സ്ക്രിപ്റ്റ് M റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതൊരു മെസ്സേജ് സിഗ്നലാണെന്നാണ്. സ്മോൾ VM എന്നുള്ളത് മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡും ക്യാപിറ്റൽ VM മെസ്സേജ് സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡും ωm മെസ്സേജ് സിഗ്നലിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിയുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ωm ഈസ് ഈക്വൽ ടു 2πfm. അതിൽ FM എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും. ഇനി ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് എക്സ്പ്രഷൻസ് ഉപയോഗിച്ച്, അതായത് VM ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി എന്നും VC ഈക്വൽ ടു VC സൈൻ ഒമേഗ CT എന്ന ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഈ ക്യാപിറ്റൽ VC എന്ന് പറയുന്നത് സിനോസോയിഡൽ സിഗ്നലിൻ്റെ കാരിയർ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്. സൈൻ ഒമേഗ CT അതിൻ്റെ ഫ്രീക്വൻസി കമ്പോണൻറ്റിനെ ആ സിനോസോയിഡൽ ഫംഗ്ഷൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആദ്യം ഈ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നിർണ്ണയിക്കാൻ ശ്രമിക്കുകയാണ്. അത് A കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. മാക്സിമം ആംപ്ലിറ്റ്യൂഡായ VC, കാരിയറിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡായ VCയിൽ നിന്നും അതിനോടുകൂടി നമ്മുടെ മെസ്സേജ് സിഗ്നൽ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് സ്മോൾ VM ആണ്. അതുകൊണ്ട് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് A ഈസ് ഈക്വൽ ടു കാരിയർ സിഗ്നലിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് VC പ്ലസ് മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സിനസോയിഡൽ സിഗ്നലാണ്. സ്മോൾ VM എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ആ VMൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ VM ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ MT ആണെന്ന് നമ്മൾ കണ്ടായിരുന്നു. A ഈക്വൽ ടു VC പ്ലസ് VM സൈൻ ഒമേഗ MT എന്ന് നമുക്ക് ലഭിക്കും. ഇനി മോഡുലേഷൻ ഇൻഡെക്സ് M ഈസ് ഈക്വൽ ടു VM/VC ആണ്. അതിൽ നിന്നും VM ഈസ് ഈക്വൽ ടു നമുക്ക് M ഇൻറ്റു VC എന്ന് നമുക്ക് എഴുതാം. മോഡുലേഷൻ ഇൻഡെക്സ് ഇൻറ്റു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ. ഇവിടെ ഈ രണ്ട് വോൾട്ടേജ് ടേംസിനെ ഒരുപോലെ ആക്കുന്നതിന് വേണ്ടി VMനെ MVC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റഡ് സിഗ്നൽ
എ ഈസ് ഈക്വൽ ടു വി സി ഇൻറ്റു 1 പ്ലസ് എം ഇൻറ്റു സൈൻ ഒമേഗ എം ടി എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇത് ആ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാത്രമേ ആവുന്നുള്ളൂ. ഇനി അതിൻ്റെ ഫ്രീക്വൻസി ടേം കൂടി അതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് അതിനോടുകൂടി ചേർത്ത് വെക്കുമ്പോഴാണ് അതൊരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ ആവുക. സോ നൗ ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഓഫ് എ എം സിഗ്നൽ ഈസ് ഗിവൺ ബൈ സ്മോൾ വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ, ദറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റഡ് സിഗ്നൽ ഇൻറ്റു സൈൻ ഒമേഗ സി ടി. ആ ഫ്രീക്വൻസി കണ്ടന്റും കൂടി അതിനോടുകൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ ലഭിക്കുക. അവിടെ എയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വി സി ഇൻറ്റു 1 പ്ലസ് എം സൈൻ ഒമേഗ എം ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് ഈ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി സി സൈൻ ഒമേഗ സി ടി പ്ലസ് എം വി സി സൈൻ ഒമേഗ എം ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. അപ്പോൾ ഈ സെക്കൻഡ് ടേം സൈൻ എ ഇൻറ്റു സൈൻ ബി എന്ന ട്രിഗണോമെട്രിക് റിലേഷന് തുല്യമാണ്. സൈൻ എ ഇൻറ്റു സൈൻ ബി എന്ന് പറയുന്നത് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ ട്രിഗണോമെട്രിക് റിലേഷൻ ഉപയോഗിച്ച് ഈ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ഫൈനലി ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എ എം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ വി ഈസ് ഈക്വൽ ടു വി സി സൈൻ ഒമേഗ സി ടി പ്ലസ് 1/2 എം വി സി ഇൻറ്റു കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി മൈനസ് 1/2 എം വി സി ഇൻറ്റു കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇവിടെ ആംഗുലാർ ഫ്രീക്വൻസിക്ക് പകരം നമ്മൾ നോർമൽ ഫ്രീക്വൻസി ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒമേഗ ഈക്വൽ ടു 2πf എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ ഫൈനലി വി ഈസ് ഈക്വൽ ടു വി സി സൈൻ 2πf സി ടി പ്ലസ് 1/2 എം വി സി കോസ് 2πf സി മൈനസ് എഫ് എം ഇൻറ്റു ടി മൈനസ് 1/2 എം വി സി ഇൻറ്റു കോസ് 2πf സി പ്ലസ് എഫ് എം ഇൻറ്റു ടി എന്ന് ലഭിക്കും. ഡെറിവേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ ഫൈനൽ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ പഠിച്ചേ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഫ്രീക്വൻസി സ്പെക്ട്രം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൽ 3 ടേംസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസി എഫ് സിയുടെ ടേമാണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വി സി. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് എഫ് സി മൈനസ് എഫ് എം എന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു ടേമാണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1/2 എം ഇൻറ്റു വി സി. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എഫ് സി പ്ലസ് എഫ് എം എന്ന ഫ്രീക്വൻസിയിലുള്ള ടേമാണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1/2 എം ഇൻറ്റു വി സി. ഇവിടെ എഫ് സി എന്ന് പറയുന്നത് നമ്മുടെ കാരിയർ സിഗ്നലാണ്, അതിലും കുറഞ്ഞ ഒരു ഫ്രീക്വൻസിയാണ് എഫ് സി മൈനസ് എഫ് എം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ടേം അറിയപ്പെടുക ലോവർ സൈഡ് ബാൻഡ് എന്നാണ്. എഫ് സി പ്ലസ് എഫ് എം എന്ന് പറയുന്ന ടേം എഫ് സിയേക്കാൾ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസികൾ കൂടിയ ഒരു വാല്യൂ ആയതുകൊണ്ട് അത് അപ്പർ സൈഡ് ബാൻഡ് എന്നാണ് അറിയപ്പെടുക. കാരിയർ ഫ്രീക്വൻസി സിഗ്നൽ, അതിലേക്ക് മെസ്സേജ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്തപ്പോൾ 2 അഡീഷണൽ ഫ്രീക്വൻസി കൂടി ലഭ്യമായി. അത് കാരിയർ ഫ്രീക്വൻസിയിൽ നിന്നും വ്യത്യസ്തമായി എഫ് സി മൈനസ് എഫ് എമ്മും എഫ് സി പ്ലസ് എഫ് എമ്മുമാണ്. കാരിയർ ഫ്രീക്വൻസിയുടെ 2 സൈഡിലായി വരുന്നത് കൊണ്ട് അതിനെ സൈഡ് ബാൻഡ്സ് എന്നാണ് അറിയപ്പെടുക. എഫ് സിയേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസിയായി എഫ് സി മൈനസ് എഫ് എമ്മിൻ്റെ ടേം ലോവർ സൈഡ് ബാൻഡ് എന്നും എഫ് സിയേക്കാൾ കൂടിയ വാല്യൂവായി എഫ് സി പ്ലസ് എഫ് എം അപ്പർ സൈഡ് ബാൻഡ് എന്നുമാണ് അറിയപ്പെടുക. അപ്പോൾ ഇതാണ് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറയുന്നത്. അതിൽ 3 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് കാരിയർ ഫ്രീക്വൻസിയുടെ കമ്പോണൻറ്റ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് വി സി, 2 എഫ് സി പ്ലസ് എഫ് എം എന്ന് പറയുന്ന കമ്പോണൻറ്റ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് എം വി സി ബൈ 2, മൂന്നാമത്തത് എഫ് സി മൈനസ് എഫ് എം എന്ന് പറയുന്ന ഫ്രീക്വൻസി കമ്പോണൻറ്റ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എം വി സി ബൈ 2. ഇനിയൊരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സിഗ്നലിൽ അടങ്ങിയിരിക്കുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് എത്രയാണെന്നുള്ളതാണ്. ഒരു സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് എത്രയാണെന്നുള്ളതാണ് ബാൻഡ് വിഡ്ത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാൻഡ് വിഡ്ത്ത് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ആൻഡ് ലോവസ്റ്റ് ഫ്രീക്വൻസി കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് സിഗ്നൽ. ഒരു സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക, അതിലെ മാക്സിമം ഫ്രീക്വൻസിയിൽ നിന്നും അതിൻ്റെ മിനിമം ഫ്രീക്വൻസി മൈനസ് ചെയ്താണ്. അപ്പോൾ ഇവിടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ എ എം സിഗ്നലിൽ നമ്മൾ കണ്ടു മാക്സിമം ഫ്രീക്വൻസി എഫ് സി പ്ലസ് എഫ് എമ്മും മിനിമം ഫ്രീക്വൻസി മിനിമം ഫ്രീക്വൻസി എഫ് സി മൈനസ് എഫ് എമ്മുമാണ്. അതുകൊണ്ട് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എഫ് സി പ്ലസ് എഫ് എം മൈനസ് എഫ് സി മൈനസ് എഫ് എം ആയിരിക്കും. അപ്പോൾ എഫ് സി ക്യാൻസലായി പോവുകയും
നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഈക്വൽ ടു 2 FM എന്ന് ലഭിക്കുകയും ചെയ്യും. ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയുടെ ഇരട്ടിയായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരൊറ്റ ഫ്രീക്വൻസിയുള്ള മെസ്സേജ് സിഗ്നൽ കൊണ്ട് കാരിയർ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുമ്പോൾ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യുമ്പോഴുള്ള ബാൻഡ് വിഡ്ത്താണ്. അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രവുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. എന്നാൽ ഒന്നിലധികം ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നൽ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഹൗ വിൽ ദ സ്പെക്ട്രം ബി ഇഫ് ദ മെസ്സേജ് കണ്ടെയ്ൻസ് 2 frequencies, FM1 and FM2? രണ്ട് വ്യത്യസ്ത ഫ്രീക്വൻസികളുള്ള FM1 എന്നും FM2 എന്നും ഫ്രീക്വൻസികളുള്ള മെസ്സേജ് സിഗ്നലുകൾ നമ്മൾ കാരിയർ സിഗ്നലുമായിട്ട്, FC എന്ന ഫ്രീക്വൻസിയുള്ള കാരിയർ സിഗ്നലുമായിട്ട് മോഡുലേറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും ഫ്രീക്വൻസി സ്പെക്ട്രം? അപ്പോൾ നമ്മളിവിടെ FM2 ഈസ് ഗ്രേറ്റർ ദാൻ FM1 എന്നൊരു അസംഷൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നലിൽ FC എന്ന കാരിയർ ഫ്രീക്വൻസിയെ കൂടാതെ FM1 എന്ന ഫ്രീക്വൻസിയുള്ള മെസ്സേജ് സിഗ്നൽ മൂലം FC പ്ലസ് FM1 എന്ന കമ്പോണൻറ്റും FC മൈനസ് FM1 എന്ന 2 കമ്പോണൻറ്റുകളുണ്ടാവും. അതോടൊപ്പം FM2 എന്ന ഫ്രീക്വൻസിയുള്ള മെസ്സേജ് സിഗ്നൽ കാരണം FC പ്ലസ് FM2 എന്ന ഒരു കമ്പോണൻറ്റും FC മൈനസ് FM2 എന്ന ഒരു കമ്പോണൻറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ 2 വ്യത്യസ്ത ഫ്രീക്വൻസികൾ മെസ്സേജിലുണ്ടെങ്കിൽ കാരിയർ സിഗ്നലിനെ കൂടാതെ 4 വ്യത്യസ്ത കമ്പോണൻറ്റുകൾ ആ സിഗ്നലിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഡയഗ്രം ഇതുപോലെയാണ് നമുക്ക് ലഭിക്കുക. FM1 ഈസ് ലെസ് ദാൻ FM2 ആണെങ്കിൽ FC എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ഉണ്ടാവും, FC പ്ലസ് FM1 ഉണ്ടാവും, FC പ്ലസ് FM2 ഉണ്ടാവും, FC മൈനസ് FM1 ഉണ്ടാവും, FC മൈനസ് FM2 ഉണ്ടാവും. അതിന് മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ പവർ കാൽക്കുലേഷനാണ്. ഒരു സിഗ്നലിൻ്റെ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ സിഗ്നലിൻ്റെ പവറിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. പവർ P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. വിയും ഐയും RMS വാല്യൂസ് ആയിരിക്കണം. ഇനി നമുക്ക് വോൾട്ടേജ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ V²/R എന്നും, കറണ്ട് മാത്രമേ ലഭ്യമുള്ളെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസും കൂടെ അറിയാമെങ്കിൽ I² ഇൻറ്റു R എന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് I²/R അല്ല, I² ഇൻറ്റു R എന്നാണ് ഈ ഇക്വേഷൻ. ഒരു AM സിഗ്നലിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന കമ്പോണൻറ്റുകളുടെ പവർ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതായത് ടോട്ടൽ പവർ PT ഈസ് ഈക്വൽ ടു കാരിയർ സിഗ്നൽ ഉണ്ടെന്ന് നമുക്കറിയാം. കാരിയർ സിഗ്നൽ കമ്പോണൻറ്റിൻ്റെ പവർ PC പ്ലസ് ഒരു ലോവർ സൈഡ് ബാൻഡ് ഒരു അപ്പർ സൈഡ് ബാൻഡും ഉണ്ട്. ലോവർ സൈഡ് ബാൻഡ് പവർ പ്ലസ് അപ്പർ സൈഡ് ബാൻഡ് പവർ ആയിരിക്കും. വേർ PC ഈസ് ദി പവർ ഓഫ് അൺമോഡുലേറ്റഡ് കാരിയർ ആൻഡ് PLSB ആൻഡ് PUSB ആർ ദി പവേഴ്സ് ഓഫ് ലോവർ സൈഡ് ബാൻഡ് ആൻഡ് അപ്പർ സൈഡ് ബാൻഡ് ടേംസ് റെസ്പെക്റ്റീവ്ലി. ഇനി നമുക്കിതിൻ്റെ ഓരോ ടേമും കാൽക്കുലേറ്റ് ചെയ്യാം. കാരിയർ പവർ എന്ന് പറയുന്നത് അതിൻ്റെ RMS വാല്യൂ VC ഡിവൈഡഡ് ബൈ √2. അതായത് കാരിയർ സിഗ്നലിൻ്റെ RMS വാല്യൂ VC എന്ന് പറയുന്നത് ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ്. RMS വാല്യൂ എന്ന് പറയുന്നത് VC ഡിവൈഡ് ബൈ √2 ആണ്. അപ്പോൾ VC ഡിവൈഡ് ബൈ √2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ R. അതായത് പവർ റിലേഷൻ P ഈസ് ഈക്വൽ ടു V² ഡിവൈഡ് ബൈ R എന്ന ഇക്വേഷൻ പ്രകാരം. അപ്പോൾ അത് നമുക്ക് VC² ഡിവൈഡ് ബൈ 2R എന്ന് ലഭിക്കും. അതുപോലെ സൈഡ് ബാൻഡ് പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ P ലോവർ സൈഡ് ബാൻഡും പവർ ഓഫ് അപ്പർ സൈഡ് ബാൻഡും സെയിം ആയിരിക്കും. കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണ്. MVC/2 എന്നാണ്. അപ്പോൾ അതിൻ്റെയും RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ √2 വരുന്നു. ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ R. അപ്പോൾ ആ ടൈം M² VC² ഡിവൈഡഡ് ബൈ 8R. 2 √2ൻ്റെ സ്ക്വയർ 8R. ദാറ്റ് ഈസ് ഈക്വൽ ടു M²/4 ഇൻറ്റു VC²/2R. അപ്പോൾ ഓരോ സൈഡ് ബാൻഡിൻ്റെയും പവർ എക്സ്പ്രഷൻ മോഡുലേഷൻ ഇൻഡെക്സ് M² ഡിവൈഡ് ബൈ 4 ഇൻറ്റു VC²/2R എന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ പവറിൻ്റെ എക്സ്പ്രഷൻ PT ഈസ് ഈക്വൽ ടു PC, that is VC²/2R plus P lower side band M²/4 into VC²/2R plus P upper side band M²/4 into VC² /2R എന്ന് നമുക്ക്
ലഭിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു പി സി പ്ലസ് ഇത് കാരിയർ പവറാണ് m²/4 ഇൻറ്റു ഇതും കാരിയർ പവറിൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ് പി സി പ്ലസ് m²/4 ഇൻറ്റു പി സി ദാറ്റ് ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു 1 പ്ലസ് m²/2. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് കാരിയർ പവർ ഇൻറ്റു പി സി ഇൻറ്റു 1 പ്ലസ് m²/2 ആയിരിക്കും, വേർ m ഈസ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടൊരു പ്രോബ്ലം ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. A 400 watt carrier is modulated to a depth of 60%. Calculate the power of the modulated signal and the power in sideband. അപ്പോൾ ടോട്ടൽ പവർ പി ടിയും പി എൽ എസ് ബിയും അഥവാ പി യു എസ് ബിയും കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് കാരിയർ പവർ തന്നിരിക്കുന്നത് പി സി ആണ് 400 വാട്ട്. മോഡുലേഷൻ ഡെപ്ത് 60% എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ 0.6 എന്നാണ് അർത്ഥമാക്കുക. അപ്പോൾ അതുകൊണ്ട് ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ടി ഈക്വൽ ടു പി സി ഇൻറ്റു 1 പ്ലസ് m²/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് 472 വാട്ട് എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഒരു സൈഡ് ബാൻഡ് പവർ എന്ന് പറയുന്നത് m²/4 ഇൻറ്റു പി സി ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.62/4 ഇൻറ്റു പി സി 400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് 36 വാട്ട് എന്ന് ലഭിക്കും. അപ്പോൾ അതുപയോഗിച്ച് ടോട്ടൽ പവർ കണ്ടുപിടിച്ചാലും 400 പ്ലസ് 36 പ്ലസ് 36 472 വാട്ട് എന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആണ്, ഒരു ഹോംവർക്കായിട്ട് ഡ്രോ ദ സ്പെക്ട്രം ഓഫ് ആൻ AM സിഗ്നൽ ജനറേറ്റഡ് വെൻ എ കാരിയർ 5 sin 10⁵ ഈസ് മോഡുലേറ്റഡ് ബൈ എ മെസ്സേജ് 2 sin 2 × 10⁴t പ്ലസ് 3 sin 3 × 10⁴t. അപ്പോൾ 2 മെസ്സേജ് സിഗ്നലുകൾ ഉപയോഗിച്ച് ഈ കാരിയർ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചതിൻ്റെ അകത്ത് എഫ് സി പ്ലസ് FM1 FC പ്ലസ് FM2 ആ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് ഇവിടെ നമുക്ക് ഫ്രീക്വൻസി വാല്യൂസ് സിഗ്നൽ എന്താണെന്ന് തന്നിട്ടുണ്ട്. ആ ഫ്രീക്വൻസി വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ആ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ എഴുതി ചേർക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.